അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ക്രീമി പനീർ ബട്ടർ മസാലയുടെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ശേഷം അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകവും ഒരു സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു തക്കാളി കേട്ടോ. അതും നല്ലപോലെ വാടി വരുന്ന സമയത്ത് ഒരു 10-12 കാഷ്യൂസ് ഇട്ട് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ശേഷം പനീർ ഉപ്പും മുളക് പൊടി ഇട്ടത് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഫ്രൈ ആക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ കറിക്ക് ഒന്നൊരു ടേസ്റ്റ് വരുന്നത് ഒന്നൊരു ഫ്രൈ ആക്കി ഇടുമ്പോഴായിരിക്കും. ഞാനിപ്പോൾ ഡെയിലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഫ്രൈ ആക്കാറില്ല കേട്ടോ. പിന്നെ വീണ്ടും അതേ പാനിലേക്ക് തന്നെ കുറച്ച് എണ്ണയും ബട്ടറും കൂടി ഇട്ടിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ശേഷം അതിലേക്ക് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് കാശ്മീരി മുളക് പൊടിയായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നല്ലപോലെ അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടികളൊക്കെ നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നീട്ടി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അരപ്പ് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പനീറെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ മൂടി വെച്ചിട്ട് കറി ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ പയ്യെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും കസൂരി മേത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്, ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ബൈ.